الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ഈ ഗോചര പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും അതിൻ്റെ ചലനത്തിന് നിദാനമായ നിയമവ്യവസ്ഥകൾ നിശ്ചയിക്കുകയും ചെയ്തിട്ടുള്ള ലോകരക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളുടെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അത് നടപ്പിൽ വരുത്തുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അടിമകൾക്ക് നൽകിയ അതിവിശിഷ്ടമായ ജീവിത ദർശനമാണ് ഇസ്ലാം എന്നുള്ളത്. ജീവിതത്തിൻ്റെ സർവ്വമേഖലകളിലും ചൂഴ്ന്നു നിൽക്കുന്ന മതമാണ് ഇസ്ലാം. ഓർമ്മ വെച്ച നാൾ മുതൽ ജീവിതത്തിലെ ഏതേതു കാര്യത്തിലും മതത്തിൻ്റെ വ്യക്തമായ നിയമനിർദ്ദേശങ്ങൾ പാലിക്കാൻ കടപ്പെട്ടവരാണ് മനുഷ്യൻ. മതങ്ങളിൽ നിന്നും ദർശനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ജീവിതത്തിൻ്റെ സകല സന്ദർഭങ്ങളിലും പാലിക്കേണ്ട മര്യാദകൾ പഠിപ്പിക്കുന്ന ഇസ്ലാം അച്ചടക്കമുള്ള ഒരു സമൂഹത്തെയാണ് സൃഷ്ടിക്കുന്നത്. ആഘോഷങ്ങളില്ലാത്ത മതങ്ങളില്ല ഇന്ന് ലോകത്ത്. എന്നാൽ ഇസ്ലാം ഈ രംഗത്തും വ്യത്യസ്തത പുലർത്തുന്നു എന്നുള്ളതാണ്.
ലഹരിയിൽ ആറാടി ആടിപ്പാടാനും അനാവശ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുമുള്ള അവസരമായല്ല ഇസ്ലാം ആഘോഷങ്ങളെ കാണുന്നത്. മറിച്ച് ഇസ്ലാമിലെ ആഘോഷങ്ങൾ അത് പ്രാർത്ഥനാമയമാണ്. സൃഷ്ടാവിനെ മറന്നുകൊണ്ട് തിമിർത്താടുന്ന ഒരു വേളയല്ല ഇസ്ലാമിലെ ആഘോഷം. മുസ്ലിമീങ്ങൾക്ക് രണ്ട് ആഘോഷങ്ങളാണ് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത്. ഒന്ന് റമദാൻ നോമ്പിന് ശേഷം ശവ്വാൽ മാസപ്പിറവിയോടുകൂടി സമാഗതമാകുന്ന ഈദുൽ ഫിത്റും ത്യാഗ സ്മരണയുടെ ഹജ്ജ് മാസത്തിൽ കൊണ്ടാടുന്ന ഈദുൽ അദ്ഹയുമാണ്. എന്നാൽ ഈ രണ്ട് ആഘോഷങ്ങൾക്ക് പുറമെ മതം പഠിപ്പിക്കാത്ത മറ്റൊരാഘോഷവും നമുക്ക് കാണുവാൻ സാധിക്കും ഇന്ന് സമൂഹത്തിൽ. പ്രമാണങ്ങളിലെ പ്രവാചക സ്നേഹം എങ്ങനെയെന്നും ഈ ആഘോഷത്തിന് ഇസ്ലാമിൽ തെളിവുണ്ടോ എന്നും നാം പരിശോധിക്കേണ്ടതുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ രക്ഷിതാവിനെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവൻ സ്നേഹിക്കേണ്ടത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമ്മെ ഏറെ സ്നേഹിച്ച, നമ്മെ കാണാൻ കൊതിച്ച സ്നേഹനിധിയായിരുന്നു പ്രവാചകൻ. ആ പ്രവാചകനെ അങ്ങേയറ്റം സ്നേഹിക്കാൻ നമുക്കാകേണ്ടതുണ്ട്. പ്രവാചകനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ പിൽക്കാലക്കാരിൽ എന്ന് ഉണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. മിൻ അശദ്ദി ഉമ്മത്തി ലി ഹുബ്ബ നാസുൻ യകൂനൂന ബഅദി യവദ്ദു അഹദുഹും ലൗ റആനി ബി അഹ്ലിഹി വമാലിഹി. എൻ്റെ സമുദായത്തിൽ എന്നോട് ഏറ്റവും സ്നേഹമുള്ളവരിൽപ്പെട്ടവർ എനിക്ക് ശേഷം വരുമെന്നും സ്വന്തം കുടുംബവും സമ്പത്തും പകരം നൽകിയെങ്കിലും എന്നെ കാണാൻ കഴിഞ്ഞെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്യുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ കൂട്ടത്തിൽ നമ്മളുണ്ടോ എന്ന് ആത്മാർത്ഥമായി പരിശോധിക്കേണ്ട നിമിഷങ്ങളാണ്. ഇല്ലേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കുടുംബവും സ്വന്തം സമ്പത്തും കുടുംബവും മാറ്റിവെച്ച് പ്രവാചകനെ കാണുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ സഹോദരന്മാരെ നമ്മളുണ്ടോ എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് ഹബീബിനെ അളവറ്റ് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. വിശ്വാസികൾക്ക് സ്വദേഹങ്ങളെക്കാൾ പ്രിയം റസൂലായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുകയാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. പ്രവാചകൻ സത്യവിശ്വാസികളോട് അവരുടെ സ്വന്തം ദേഹങ്ങളെക്കാൾ ബന്ധപ്പെട്ട ആളാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ആയത്തിനെ പരാമർശിച്ചുകൊണ്ട് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും, മാ മിൻ മുഅ്മിനിൻ ഇല്ലാ വ അന ഔലൻ നാസി ബിഹി ഫിദ്ദുനിയ വൽ ആഖിറ. അതേ പ്രവാചകൻ പറയുകയാണ്, ഇഹത്തിലും പരത്തിലും ഒരു സത്യവിശ്വാസിയുമായി ഏറ്റവും ബന്ധപ്പെട്ടത് ഞാനാണ് എന്നും ഇഖ്റഊ ഇൻ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഈ ആയത്ത് നിങ്ങൾ പാരായണം ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നാം മുമ്പ് പറഞ്ഞു വെച്ച ആയത്ത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്യുകയാണ്. പ്രവാചകൻ്റെ കൽപ്പനകളെ പാലിച്ചവരായിരുന്നു സഹാബാക്കളെന്ന് ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. സഹാബാക്കൾ പ്രവാചകൻ്റെ കൽപ്പനകൾ പാലിച്ചവരായിരുന്നു. അവരുടെ ഹൃദയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ബഹുമാനവും നിഷ്ഠവും ആദരവും നിറഞ്ഞ മറ്റൊരു വ്യക്തിയും ഉണ്ടായിരുന്നില്ല എന്ന് നമ്മെ ചരിത്രങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലേ, സഹാബാക്കൾ എത്ര ത്യാഗങ്ങൾ സഹിച്ചിരുന്നു. ഉഹദിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങകലെ ഒറ്റപ്പെട്ടത് കണ്ടപ്പോൾ മഹാനായ തുൽഹാ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വന്ന് നെഞ്ചു വിരിച്ചു നിൽക്കുകയാണ്. എന്തിനു വേണ്ടി? പ്രവാചകനെ സംരക്ഷിക്കുവാൻ വേണ്ടി. 80ഓളം അമ്പുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് തറച്ചു കയറിയിട്ടും ഒന്ന് മാറാൻ പോലും ആ സ്വഹാബി തയ്യാറായിരുന്നില്ല. ഒന്ന് അനങ്ങിയാൽ, ഞാനൊന്ന് മാറിയാൽ, ഞാനൊന്ന് ചലിച്ചാൽ എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലേക്ക്
അമ്പുകൾ തറച്ചു കയറുമെന്ന് പറഞ്ഞിരുന്ന സഹാബാക്കളെ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഉഹദിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു എന്ന വാർത്തയറിഞ്ഞപ്പോൾ, എന്നൊരു വാർത്ത പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ സഹാബാക്കൾ അവരുടെ വാള് താഴേക്കിടുകയാണ്. അവരുടെ വാള് താഴേക്കിട്ടുകൊണ്ട് അവർ പറയുകയാണ്, അള്ളാന്റെ റസൂല് മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, വഫാത്തായിട്ടുണ്ട് എങ്കിൽ, ഈ യുദ്ധത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത്? ഞങ്ങളും മരിക്കുകയാണ് എന്ന് സഹാബാക്കൾ പറയുകയാണ്. അതായിരുന്നു റസൂലിനോട് സഹാബാക്കൾക്കുണ്ടായിരുന്ന സ്നേഹമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലിനെ പിരിഞ്ഞു നിൽക്കാൻ ഒരു സമയം പോലും അവർക്ക് കഴിഞ്ഞില്ല എന്ന് ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യം അവർ കണ്ടിരുന്ന സ്വർഗമായിരിക്കണം. സഹാബാക്കൾ അവർ ആഗ്രഹിച്ചിരുന്ന, അവർ കൊതിച്ചിരുന്ന സ്വർഗമായിരിക്കണം സഹോദരങ്ങളെ നമ്മുടെ ലക്ഷ്യം. ആ പ്രവിശാലമായ സ്വർഗത്തിൻ്റെ സുഖാനുഭൂതികൾ ആസ്വദിക്കുവാൻ ആ സ്വഹാബാക്കൾ ആഗ്രഹിച്ചിരുന്നു എങ്കിൽ നമുക്കെന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് ആത്മാർത്ഥമായി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇല്ലേ? സ്വഹാബാക്കൾക്ക് നബിയോടുള്ള സ്നേഹത്തിൻ്റെ ആഴം അത് വളരെ വലുതായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകനോട് നിങ്ങൾക്കുള്ള സ്നേഹം എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കാന വല്ലാഹി അഹബ്ബു ഇലൈനാ മിൻ അംവാലിനാ ഔലാദിനാ വആബാഇനാ വഉമ്മഹാതിനാ വമിനൽ മാഇൽ ബാരിദി അലൽ ളമഇ. അതെ, ഞങ്ങൾക്ക് അദ്ദേഹം ഞങ്ങളുടെ സമ്പത്തിനേക്കാളും മക്കളെക്കാളും പിതാക്കളെക്കാളും മാതാപിതാക്കളെക്കാളും ദാഹിക്കുമ്പോൾ ലഭിക്കുന്ന തണുത്ത വെള്ളത്തെക്കാളും പ്രിയപ്പെട്ടവനായിരുന്നു ഞങ്ങളുടെ പ്രവാചകനെന്ന് സ്വഹാബി കൂട്ടത്തിൽ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ആ പ്രവാചകനോട് ഇതുപോലെ ഇഷ്ടമുണ്ടെങ്കിൽ റസൂലിലേക്ക് അടുക്കുവാൻ നാം ശ്രമിക്കും, റസൂലിനോടൊപ്പം ചേർന്നു നിൽക്കാൻ നാം കൊതിക്കും. ആ ആഗ്രഹം നമ്മെ അതിനായി പ്രവർത്തിപ്പിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കും. വിശ്വാസികൾക്ക് ഇനി റസൂലിനോടൊപ്പം കഴിയാൻ സാധിക്കുന്നത് സ്വർഗത്തിൽ മാത്രമാണ്. ഇല്ലേ? ഒരു സഹാബി, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, ഒരു സഹാബിയോടൊപ്പം ഇരിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കരയുകയാണ്. ആ സഹാബി ചോദിച്ചു, ഉമർ, താങ്കൾ എന്തിനാണ് കരയുന്നത്? എന്തിനു വേണ്ടിയാണ് ഉമർ താങ്കൾ കരയുന്നത്? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി, അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാരി വയ്ക്കാനുള്ള ഇടമെങ്കിലും ഈ ഉമറിന് ലഭിക്കുമോ എന്നാലോചിച്ച് കരഞ്ഞുപോയതാണ് സഹാബി എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉമറേ, നിന്റെ കൊട്ടാരം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു, താങ്കളുടെ കൊട്ടാരം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. ഞാൻ എൻ്റെ കാലുകൾ അതിലേക്ക് എടുത്തു വച്ചാൽ, ഞാൻ അതിലേക്ക് കാലെടുത്തു വച്ചാൽ താങ്കൾക്ക് എന്നോടൊരു ദേഷ്യമുണ്ടാകുമെന്ന് കരുതി ഉമർ ഞാൻ എൻ്റെ കാലുകൾ പിന്നിലേക്ക് വലിച്ചു എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങയോട് ഞാൻ കോപിക്കുകയോ അങ്ങയോട് ഞാൻ ദേഷ്യം കാണിക്കുകയോ എന്ന് പറഞ്ഞ് ചെറിയ കുഞ്ഞിനെ പോലെ കരയുന്ന മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചോദ്യമാണ്, അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാരി വയ്ക്കാനുള്ള ഇടമെങ്കിലും ഈ ഉമറിന് ലഭിക്കുമോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് സഹാബി. സഹോദരന്മാരെ, നമുക്കെപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സഹോദരങ്ങളെ നമുക്ക് തോന്നിയിട്ടുണ്ടോ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വർഗത്തിൽ കഴിയണമെന്ന ഒരു ചിന്ത നമ്മിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ അവരുടെ ജീവിതം മുഴുവൻ ഇസ്ലാമിന് വേണ്ടി നൽകി. അല്ലാഹു സുബ്ഹാനഹു തആല എന്താണ് സ്വർഗത്തെ പറ്റി നമ്മോട് പറഞ്ഞു തന്നത്? മാലാ ഐനുൻ റഅത് വലാ ഉദുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. യാതൊരു കണ്ണും കണ്ടിട്ടില്ലാത്ത, യാതൊരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്തതുമായ വസ്തുക്കൾ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന പ്രവിശാലമായ സ്വർഗം. ആ സ്വർഗത്തെ നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ കേട്ട മാതിരിയല്ല ആ സ്വർഗം. നമ്മൾ കണ്ട പോലെയോ അള്ളാന്റെ റസൂൽ അറിയിച്ച പോലെയോ അല്ല, അതിനുമപ്പുറമാണ് സ്വർഗത്തിലെ വിശാലതയും അവിടുത്തെ സൗകര്യങ്ങളും എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരന്മാരെ. സ്വർഗത്തിൽ നബിയുണ്ട് എന്നത് വിശ്വാസിയെ അതിലേക്ക് എത്തിക്കാൻ കൊതിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. റസൂലിൻ്റെ കൂടെ കഴിയാൻ നമുക്കാകുമോ എന്നൊരു ചിന്ത നമ്മിലേക്ക് കടന്നു വരണം. ഈ ഭയം അള്ളാൻ്റെ റസൂലിൻ്റെ സഹാബാക്കൾക്കുണ്ടായിരുന്നു.
കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിൽ ഉന്നതമായ പദവിയാണ് അദ്ദേഹത്തിനുണ്ടാവുക. സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്നത് അള്ളാഹിൻ്റെ റസൂലാണ്. അന അക്സറുൽ അംബിയാഇ തബഅൻ യൗമൽ ഖിയാമ വ അന അവ്വലു മൻ യഖറഉ ബാബൽ ജന്ന. അള്ളാഹിൻ്റെ റസൂൽ പറയുകയാണ്, അന്ത്യനാളിൽ അംബിയാക്കളിൽ വെച്ച് ഏറ്റവും അനുയായികൾ ലഭിക്കുന്ന ആൾ ഞാനായിരിക്കുമെന്ന്, സ്വർഗവാതിൽ ആദ്യം മുട്ടുന്നത് ഞാനായിരിക്കുമെന്ന് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറയുകയാണ്. സ്വർഗത്തിലെ ഉന്നതമായ പദവി അംബിയാക്കൾക്കാണ്. അതിലേറ്റവും ഉന്നതമായ പദവി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ എനിക്കായി വസീലയെ തേടുക എന്ന്. അപ്പോൾ സഹാബാക്കൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാ വമൽ വസീല, എന്താണ് അള്ളാഹിൻ്റെ റസൂലെ വസീല എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, അഅ്ലാ ദറജത്തിൻ ഫിൽ ജന്ന ലാ യനാലുഹാ ഇല്ലാ റജുലുൻ വാഹിദുൻ അർജു അൻ അകൂന അന ഹുവ. സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന പദവിയാണ്, ഒരാൾക്കല്ലാതെ മറ്റാർക്കും അത് കരസ്ഥമാക്കുവാൻ സാധിക്കില്ല എന്ന് പറയുകയാണ്. അത് ഞാനായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ പദവി ലഭിക്കാൻ വേണ്ടിയാണ് ഓരോ തവണയും ബാങ്കിന് ശേഷം നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. ആ വസീലയും ഫളീലയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രം ലഭിക്കുന്ന 2 പദവികളാണ്. ഈ ഉന്നതമായ പദവികളിൽ വിഹരിക്കുന്ന പ്രവാചകന്റെ സാമീപ്യം കരസ്ഥമാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനുള്ള മാർഗങ്ങൾ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകനോട് സ്നേഹമുള്ളവർ ഈ മാർഗങ്ങൾ അധികരിപ്പിച്ച് അതിനായി പരിശ്രമിക്കുക തന്നെ ചെയ്യും. സ്വർഗത്തിൽ പ്രവാചകനോടൊപ്പം സാമീപ്യം നേടുവാനുള്ള ചില വഴികൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമതായി അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്നതാണ്. റസൂലിൻ്റെ കൂടെ കഴിയാൻ സാധിക്കുന്നതിൽ ഏറ്റവും വലിയ മാർഗമാണ് ഇവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത്. ഒരു സഹാബി വേദനയോടുകൂടി പറയുകയാണ്, ഇന്നെനിക്ക് നബിയെ കാണാനും കൂടെ കഴിയാനും ആഗ്രഹിക്കുമ്പോഴൊക്കെ സാധിക്കും, സ്വർഗത്തിൽ താങ്കൾ ഉന്നത സ്ഥാനത്തായിരിക്കുമല്ലോ എന്ന് ആവലാതിപ്പെട്ട സഹാബിയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഈ ഒരു വചനമാണ്, വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. ആ സ്വഹാബിയോട് അള്ളാഹിൻ്റെ റസൂല് ഈ വചനം പാരായണം ചെയ്യുകയാണ്. ആരാണോ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നത്, അക്കൂട്ടർ യാതൊരുവരുടെ മേൽ അള്ളാഹു അനുഗ്രഹം ചെയ്തുവോ അവരോടൊപ്പമായിരിക്കും. ആ അനുഗ്രഹം ചെയ്ത ആളുകളാണ് നബിയും സിദ്ദീഖീങ്ങളും അതുപോലെ ഷഹീദായവരും സ്വാലിഹീങ്ങളുമായ ആളുകൾ. അവരോടൊപ്പമായിരിക്കും അന്ന് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച കൂട്ടർ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുകയാണ്. അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കാനുള്ള മാർഗം ഇത് തന്നെയാണ്. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റിക്കൊള്ളുക എന്ന് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുകയാണ്. അങ്ങനെ നിങ്ങൾ എന്നെ പിൻപറ്റിക്കഴിഞ്ഞാൽ യുഹ്ബിബുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ്, നിങ്ങളുടെ പാപങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുകയാണ്. അനുസരണയുടെ നേർവിപരീതം ധിക്കാരം അഥവാ അനുസരണക്കേട് ആണ്. അത് നബിയെ അനുസരിക്കാത്തവർ ധിക്കാരം പ്രവർത്തിച്ചവരാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ അബാ. അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, എൻ്റെ സമുദായത്തിൽ എന്നോട് വിമുഖത അല്ലാത്ത എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും. സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് വമൻ യഅബ, ആരാണ് താങ്കളോട് വിമുഖത കാണിച്ച ആളുകൾ? ആ കൂട്ടർ ആരാണ്? അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മൻ അതാഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ. ആര് എന്നെ അനുസരിച്ചുവോ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു, ആരെന്നെ ധിക്കരിച്ചുവോ
അവൻ വിമുഖത കാണിച്ചവനാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കളോട് പറയുകയാണ്. പ്രവാചകനെ ധിക്കരിക്കൽ അള്ളാഹുവിനോടുള്ള ധിക്കാരമാണ് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മൻ അത്വഅനി ഫഖദ് അത്വഅ അല്ലാഹ് വമൻ അസാനി ഫഖദ് അസ അല്ലാഹ്. എന്നെ അനുസരിച്ചവൻ അള്ളാഹുവിനെ അനുസരിച്ചു, എന്നെ ധിക്കരിച്ചവൻ അള്ളാഹുവിനെ ധിക്കരിച്ചു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രവാചകൻ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ദീനിൽ കൂട്ടിച്ചേർക്കുന്നത് ഈ ധിക്കാരത്തിൽപ്പെട്ടതാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അതിനാലാണ് അത്തരം ബിദ്അത്തുകളെ തള്ളിക്കളയാൻ പ്രവാചകൻ നമ്മോട് പറഞ്ഞത്, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ ഫീഹി ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ കൽപ്പനയില്ലാത്ത മതത്തിൽ നമ്മുടെ കൽപ്പനയില്ലാത്തത് ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയാണ്. നബി സ്നേഹത്തിൻ്റെ പേരിൽ നബിയോ സഹാബത്തോ കാണിക്കാത്ത രൂപത്തിൽ നടത്തപ്പെടുന്ന ആഘോഷങ്ങളും മറ്റു കാര്യങ്ങളും ഈ ധിക്കാരത്തിൽപ്പെട്ടതല്ലേ? ഈ ധിക്കാരത്തിൽപ്പെട്ടതല്ലാതെ മറ്റെന്താണ് സഹോദരന്മാരെ? നബി പഠിപ്പിക്കാത്ത, സഹാബാക്കൾക്ക് പരിചയമില്ലാത്ത, താബിഈങ്ങൾക്കും തബഉ താബിഈങ്ങൾക്കും എന്തിലധികം പ്രവാചകനോടൊപ്പം ജീവിച്ച പത്നിമാർക്ക് പോലും, പ്രവാചകൻ്റെ പത്നിമാർക്ക് പോലും പരിചയമില്ലാത്ത ആഘോഷങ്ങൾ വരുന്ന മാസങ്ങൾ കൊണ്ടാടുമ്പോൾ അതിന് പ്രാമാണികമായ ബന്ധങ്ങളുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതില്ലേ? വിശ്വാസികളായ നമ്മൾ പരിശോധിക്കേണ്ടതില്ലേ എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. പ്രവാചക സ്നേഹം, നബിയോടൊപ്പം സ്വർഗത്തിൽ വസിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളിൽ സുപ്രധാനമായ ഒന്നാണ് നബിയോടുള്ള സ്നേഹം എന്നുള്ളത്. പ്രവാചകനെ സ്വന്തത്തെക്കാൾ സ്നേഹിച്ചവർക്ക് മാത്രമേ വിശ്വാസത്തിൻ്റെ മാധുര്യം നുകരുവാൻ സാധിക്കുകയുള്ളൂ, അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. 3 കാര്യങ്ങൾ ഒരുവനിലുണ്ടായാൽ അവൻ ഈമാനിൻ്റെ മാധുര്യം ആസ്വദിച്ചു എന്ന്, അവൻ വിശ്വാസത്തിൻ്റെ മാധുര്യം നുകർന്നു എന്ന് പ്രവാചകൻ പറയുകയാണ്. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ ഒന്നാമതായി പറഞ്ഞത്, അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. മറ്റെല്ലാത്തിനേക്കാളും, നമ്മുടെ കുടുംബത്തെക്കാൾ, നമ്മുടെ അയൽക്കാരേക്കാൾ, നമ്മുടെ ബിസിനസ്സിനേക്കാൾ, എല്ലാത്തിനേക്കാളും അള്ളാഹുവും റസൂലും ഒരുവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതാവുക എന്നത് അവൻ ഈമാനിൻ്റെ മാധുര്യം ആസ്വദിക്കുവാനുള്ള മാർഗമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രവാചക സ്നേഹം അത് കേവലം ഒരു മാസത്തിൽ ഒതുങ്ങേണ്ടതല്ല, അതൊരു ദിവസത്തിൽ മാത്രമായി ഒതുങ്ങുന്ന ഒന്നല്ല. ജീവിതാവസാനം വരെ എപ്പോഴും കൂടെയുണ്ടാക്കേണ്ടതാണ് പ്രവാചകനോടുള്ള സ്നേഹം എന്നുള്ളത്. നബി സ്നേഹത്തിൻ്റെ പേരിൽ പല തോന്നിവാസങ്ങളും കാണിക്കുന്നവർ പ്രവാചക സ്നേഹമല്ല കാണിക്കുന്നത് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. നബിയെ സ്നേഹിക്കേണ്ടത് അവിടുത്തെ പാത പിൻപറ്റിയാണ്. ഇസ്ലാമിൻ്റെ റുക്നുകൾ സത്യപ്പെടുത്തൽ, അതനുസരിച്ച് ജീവിക്കലാണ് പ്രവാചകനോടുള്ള സ്നേഹം. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഷഹിദ്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിൻ്റെ ദൂതരെ, ഞാൻ അള്ളാഹു അല്ലാതെ ആരാധനയ്ക്കർഹനായി മറ്റാരുമില്ല എന്നും, വ അന്നക റസൂലുള്ളാഹ്, താങ്കൾ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്നും ഞാൻ സത്യം വഹിക്കുന്നു എന്ന് ഒരു വ്യക്തി വന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയുകയാണ്. വസല്ലൈതുൽ ഖംസ വഅദ്ദൈതു സകാത മാലി വസുംതു ശഹറ റമളാൻ. 5 നേരം നിസ്കരിക്കുകയും എൻ്റെ സമ്പത്തിൽ നിന്ന് സക്കാത്ത് കൊടുത്തു വീട്ടുകയും റമളാനിൽ നോമ്പനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട് റസൂലേ എന്ന് ആ വ്യക്തി വന്ന് പറയുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ മാത അലാ ഹാദാ കാന മഅൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ യൗമൽ ഖിയാമത്തി ഹാകദ. ആരെങ്കിലും ഈ അവസ്ഥയിൽ മരണപ്പെട്ടാൽ അവൻ അന്ത്യനാളിൽ പ്രവാചകന്മാരുടെയും സത്യവാന്മാരുടെയും രക്തസാക്ഷികളുടെയും കൂടെയായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വന്ന വ്യക്തിയോട് പറയുകയാണ്. സഹോദരന്മാരെ, അത് ഇസ്ലാമിൻ്റെ റുക്നുകൾ ഉറപ്പിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സുജൂദുകളെ വർദ്ധിപ്പിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമസ്കാരം അധികരിപ്പിച്ചാൽ നമുക്ക് നബിയോടൊപ്പം സ്വർഗത്തിൽ കഴിയാനാകും. സ്വർഗത്തിൽ നബിയോടൊപ്പം കഴിയാൻ ആഗ്രഹം പ്രകടിപ്പിച്ച റബീഅ ഇബ്നു കഅബ് എന്ന സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം പ്രവാചകന്റെ അടുക്കൽ വന്നപ്പോൾ ഫഅതൈതുഹു ബിവളൂഇഹി വഹാജതിഹി ഫഖാല ലീ സൽ
നബിയോടൊപ്പം കഴിച്ചുകൂട്ടിയ ഒരു രാത്രി അദ്ദേഹത്തിന് വിസർജനത്തിനും വുളൂഇനുമുള്ള വെള്ളവുമായി ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ചോദിക്കുക എന്ന്. അങ്ങനെ അദ്ദേഹം ചോദിച്ചത്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ താങ്കളോടൊപ്പം സാമീപ്യമാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് അള്ളാഹിൻ്റെ റസൂലിനോട് റബീഉ ബിൻ കഅബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ആ സമയത്ത് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, അവ ഗൈറ ദാലിക്, നിനക്ക് മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഖുൽതു ഹുവ ദാക, എനിക്കത് തന്നെയാണ്, അത് മാത്രമാണ് എനിക്ക് ചോദിക്കുവാനുള്ളത്. അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, ഫഅഇന്നി അലാ നഫ്സിക ബികസ്റതി സുജൂദ്, എന്നാൽ ആ സമയം നബി പറഞ്ഞത്, എങ്കിൽ സുജൂദുകൾ അധികരിപ്പിച്ച് നീ എന്നെ സഹായിക്കൂ എന്നാണ്. സഹോദരന്മാരെ, സുജൂദ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് അത് റസൂലിലേക്ക് അടുക്കുവാൻ, അവിടെ റസൂലിനോടൊപ്പം സ്വർഗത്തിൽ കഴിയുവാനുള്ള ഒരു മാർഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അഞ്ചാമതായി നബിയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നതാണ്. പ്രവാചകന്റെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കൽ നബിയോടൊപ്പം സ്വർഗത്തിൽ വസിക്കാനുള്ള മാർഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാത്ത്, അന്ത്യനാളിൽ എന്നോടൊപ്പം ഏറ്റവും അടുക്കാൻ യോഗ്യൻ എൻ്റെ മേൽ സ്വലാത്ത് അധികരിപ്പിച്ചവനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരന്മാരെ, വെള്ളിയാഴ്ച എന്നുള്ളത് നബിയുടെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കാൻ പ്രത്യേകമായി കൽപ്പിക്കപ്പെട്ട ദിവസമാണ്. ആ ദിവസത്തിൻ്റെ പവിത്രമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സഹോദരന്മാരെ, ഓരോ അവസരങ്ങൾ നമുക്ക് ലഭിക്കുമ്പോഴും ഒരു സ്വലാത്ത് വെച്ചെങ്കിലും ചൊല്ലുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിലൂടെ നാളെ സ്വർഗത്തിൽ നബിയോടൊപ്പം എത്തിച്ചേരുവാൻ നമുക്ക് കഴിയണം. നബിയുടെ കൂടെ സ്വർഗ സാമീപ്യം ലഭിക്കുന്ന മാർഗങ്ങൾ അതിത് മാത്രമല്ല, ഇതിൽ മാത്രം ഒതുങ്ങുന്നതല്ല. പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്ത് ആ ബഹുമതി നാം കരസ്ഥമാക്കേണ്ടതുണ്ട്. ആ ബഹുമതി കരസ്ഥമാക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം ഇതിൽ നിന്നും നമ്മെ തടയുന്ന അനാചാരങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിവായി നിൽക്കുവാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലേ സഹോദരന്മാരെ, എത്രയെത്ര അനാചാരങ്ങളാണ് ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടിക്കൊണ്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രാമാണികമാണോ എന്ന് പരിശോധിക്കുവാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ ഖുർആൻ അത് പഠിപ്പിക്കുന്നുണ്ടോ, തിരുസുന്നത്ത് അത് പഠിപ്പിക്കുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായി പരിശോധിച്ചുകൊണ്ട് അതിൽ നിന്ന് ലഭിക്കുന്ന യഥാർത്ഥ മാർഗത്തിലൂടെ നമുക്ക് സഞ്ചരിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ശരിയായ മാർഗത്തിൽ നമുക്ക് ജീവിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അബ്രപാളികളിൽ മിന്നിത്തിളങ്ങുന്ന താരങ്ങളെ അനുകരിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ആധുനിക സമൂഹം. അവർ ചെയ്യുന്നതനുസരിച്ച് ഉടുക്കാനും നടക്കാനുമാണ് യുവത ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അവരെ റോൾ മോഡലായി കണ്ട് ജീവിതം കെട്ടിപ്പടുക്കുകയാണ് മനുഷ്യൻ. എന്നാൽ അവർ ഒരിക്കലും റോൾ മോഡലുകൾ അല്ല എന്നും, മറിച്ച് ഒരിക്കലും അനുകരിക്കാൻ പാടില്ലാത്ത ചീഞ്ഞുനാറുന്ന സംസ്കാരത്തിന് ഉടമകളാണ് എന്നും തെളിയിക്കുന്ന വാർത്തകളാണ് ദിനേന നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, നമ്മുടെ റോൾ മോഡൽ ഒരിക്കൽ പോലും നാം കണ്ടിട്ടില്ലാത്ത, ഒരിക്കൽ പോലും നാം നേരിട്ട് ഒപ്പം ജീവിച്ചിട്ടില്ലാത്ത, ആ കാലഘട്ടത്തിൽ പോലും നാം ജീവിച്ചിട്ടില്ലാത്ത, എന്നാൽ ആയിരക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഇന്നും ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മുടെ റോൾ മോഡലാക്കി സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ വസ്ത്രത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആദർശത്തിൽ
നമ്മുടെ എല്ലാ മേഖലകളിലും റസൂലിനെ റോൾ മോഡലാക്കി തീർക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അവിടുന്ന് മാത്രമാണ് ലോകത്ത് അനുകരിക്കപ്പെടാൻ ഏറ്റവും യോഗ്യനെന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുകയാണ്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറ. അതേ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, നിശ്ചയമായും നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ റസൂലിൽ നല്ല മാതൃകയുണ്ട്, നല്ലതായ മാതൃകയുണ്ടായിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുകയാണ്. അള്ളാഹുവിനെയും അന്ത്യനാളിനെയും പ്രതീക്ഷിച്ച് ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയും അള്ളാഹുവിനെ ധാരാളം ഓർക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ റോൾ മോഡലാക്കുവാനുള്ള, മാതൃകയാക്കുവാനുള്ള കാര്യങ്ങളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിനെയും അന്ത്യദിനത്തെയും കൊതിക്കുന്ന നമ്മൾ ഏതൊരു രംഗത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റോൾ മോഡലാക്കാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കും, നമ്മുടെ യുവാക്കളായ ജനങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നത് വളരെ വിഷമകരമായ കാര്യങ്ങൾ തന്നെയാണ്, അല്ലേ? നമ്മൾ ഇന്ന് കണ്ടുവരികയല്ലേ സിനിമാ നടന്മാരെ, അതുപോലെ സീരിയൽ നടന്മാരെ, നടികളെ, അവരെ ആശ്രയിക്കുന്ന, അവരുടെ വസ്ത്രധാരണം ധരിക്കുന്ന, അവരുടെ മോഡലിൽ ഹെയർ സ്റ്റൈലുകൾ മാറ്റുന്ന യുവാക്കളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് യഥാർത്ഥ ഇസ്ലാമിനെ എത്തിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. അതേ പരലോകത്ത് നമുക്ക് വിജയിക്കണമെങ്കിൽ, നമ്മുടെ മക്കൾക്ക് വിജയിക്കണമെങ്കിൽ സഹോദരന്മാരെ, യഥാർത്ഥ മാർഗത്തിലേക്ക്, നേരായ പാതയിലേക്ക്, പ്രവാചകന്റെ മാർഗത്തിലേക്ക് മക്കളെ കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ബന്ധങ്ങളെ ചേർക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു പവിത്രമായ ദിനത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ ഓർക്കുവാനും അള്ളാഹുവിൻ്റെ റസൂലിന് സ്വലാത്ത് ചൊല്ലുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അനാചാരങ്ങൾക്കെതിരെ പറയുവാൻ, അതിനെതിരെ ശബ്ദിക്കുവാൻ, ആ അനാചാരങ്ങളെ പ്രമാണബന്ധിതമായി മനസ്സിലാക്കുവാനുള്ള തൗഫീക്ക് ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. റഹ്മാനായ റബ്ബെ, ഒരുപാട് സഹോദരിമാർ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അവരുടെ എല്ലാം രോഗങ്ങൾക്ക് നീ ശമനം നൽകണമേ റഹ്മാനെ. കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അവരുടെ എല്ലാ കടബാധ്യതകൾ മാറ്റി അവർക്ക് നല്ലൊരു ജീവിതം നയിക്കുവാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. മുസ്ലിമായതിൻ്റെ പേരിൽ, ഇസ്ലാം മതം സ്വീകരിച്ചതിൻ്റെ പേരിൽ ലോകത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം പ്രയാസങ്ങൾ സഹിക്കുന്ന കുരുന്നുകളുണ്ട്, വലിയ ആളുകളുണ്ട്. അവർക്കെല്ലാവർക്കും അവരുടെ പ്രയാസങ്ങൾ മാറ്റി നിർഭയത്വം നൽകണമേ റഹ്മാനെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الكفرة والمشركين. اللهم انصر المجاهدين في كل مكان الذين يجاهدون في سبيلك لتكون كلمتك هي العليا وكلمة الذين كفروا هي السفلى. اللهم انصرهم وثبت أقدامهم وزلزل أقدام أعدائهم. اللهم شتت شمل أعدائك وفرق جمعهم ورد كيدهم في نحورهم. اللهم ربنا تقبل منا دعاءنا وصلاتنا وصيامنا وقيامنا وسائر أعمالنا يا رب العالمين. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم اغفر لنا ولوالدينا. اللهم اغفر لنا ولوالدينا. اللهم اغفر لنا ولوالدينا. رب ارحمهما كما ربيانا صغارا. رب ارحمهما كما ربيانا صغارا. رب ارحمهما كما ربيانا صغارا. اللهم ادخلنا وادخلهم الجنة يا رب العالمين. وقنا عذاب النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. إنها ساءت مستقرا ومقاما. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ولذكر الله أكبر والله يعلم ما تصنعون.